തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. സംഭവം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തടിച്ചുകൂടിയത്. വെടിക്കെട്ടുപുര പൊട്ടിത്തെറിച്ചുണ്ടായ ദുരന്തത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 13 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. 90% പൊള്ളലേറ്റ ഒരാൾ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. 7 പേരുടെ മൃതദേഹങ്ങളും ബാക്കിയുള്ളവരുടെ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ദുരന്ത സ്ഥലത്തെയും മെഡിക്കൽ കോളേജിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, കെ കൃഷ്ണൻകുട്ടി, VN വാസവൻ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി മേൽനോട്ടം വഹിച്ചു. സാധ്യമായ വിധം എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്നും പാലക്കാട് നിന്ന് വിദഗ്ധ മെഡിക്കൽ സംഘം എത്തിയെന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഉടൻ എത്തുമെന്നും മന്ത്രി റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ ടീം സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും മറ്റ് തൊട്ടടുത്ത ജില്ലയിൽ നിന്നുൾപ്പെടെ സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും വന്നിട്ടുണ്ട്. ആ നിലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ടീമും മറ്റും ചെയ്തു വരികയാണ്. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, പാലക്കാട് നിന്നൊരു സ്പെഷ്യൽ ടീം വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്തു വരികയാണ്. ജില്ലാ കളക്ടറുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാം ഒരു ടീമായി ചെയ്യുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റുമുണ്ട്. മന്ത്രി ശ്രീ രാജൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വാസവൻ മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. ഇതിൽ 10-40ഓളം പേരുണ്ട് എന്നുള്ള ഒരു അനുമാനമാണ് പൊതുവേ ഉള്ളതെങ്കിലും അത് പൊതുവെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി റെഡ് സോണിൽ എല്ലാ ആധുനിക ചികിത്സാ സൗകര്യവും പരിക്കേറ്റവർക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും ഡോക്ടർമാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും സംഘങ്ങൾ ആശുപത്രിയിലും ദുരന്ത സ്ഥലത്തും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ്, പ്രിൻസിപ്പാൾ ഡോക്ടർ ഇന്ദു തുടങ്ങിയവർ പറഞ്ഞു. ഒരു ആൾ മാത്രം വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. 90% മുകളിൽ ഉള്ള ഒരാൾ ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണുള്ളത്. ബാക്കിയുള്ളവർ എല്ലാവരും ബേൺസ് ഐസിയുവിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേൺസ് ഐസിയുവിൽ വിദഗ്ധ ചികിത്സ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യൻസ് ആയിട്ട് വന്നവരെയൊക്കെ പേരുകൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചു വന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ ചെസ്റ്റ് ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്, ബോൺ ഇഞ്ചുറീസ് ഉള്ളവരുണ്ട്. പൊള്ളലിൻ്റെ കൂടെ തന്നെ മറ്റ് അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. ദുരന്ത വാർത്തയറിഞ്ഞ് പറഞ്ഞറിയിക്കാനാകാത്ത സങ്കടവുമായി മെഡിക്കൽ കോളേജിലേക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ഒത്തിരിയേറെ ആളുകളാണ് എത്തിച്ചേർന്നത്. TCV തൃശൂർ.